പ്രസന്ന ഓക്കെ അല്ലേ? ഓ നമുക്ക് ഓക്കെ ആക്കാടാ. നിങ്ങൾ രാവിലെ വരുമ്പോൾ അവരോട് ചത്ത കിടക്കായിരുന്നല്ലേ? എന്തോന്ന ചത്തന്ന? അല്ല ചോദിച്ചത് ഇതെങ്ങനെയാണ് സംഭവം? സംഭവം തരും അവരോട് തളർന്നു വീണ് നമ്മളെടുത്തോണ്ട് ആശുപത്രി പോയി അവിടെ വെച്ചാൽ മരിച്ചു. അവിടെ വെച്ചാ? ഓ ചത്തിട്ടാണ് ഇവിടെ നിർത്തോണ്ട് പോയതാണല്ലോ ഞാൻ അറിഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളെ പ്രശ്നം എന്തരാണ്? എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല? അല്ല അത് ഞാൻ ചെയ്യിപ്പിച്ചോളാം. ഒരുത്തനും രക്ഷപ്പെടാൻ പോണില്ല. നിങ്ങൾ കഴിക്കേ. അതെന്താ അങ്ങനെ പറഞ്ഞ? അതാണ് ഞാനും ആലോചിക്കണത്. ഞാൻ ഓടച്ചാടാ എടാ, നീ പേടിച്ച് കൊളാക്കായിരുന്നാണ്. പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യും. അവർ തളർന്ന് തറവിട്ടല്ല നമ്മൾ വെള്ളം എടുത്തടിച്ചത്. നിന്റെ അടുത്ത് രാവിലെ തൊട്ടേ ഞാൻ പറയണം, നമ്മളല്ല നീയാണ് വെള്ളം അടിച്ചത്. രതീഷേ, നിനക്ക് ഇത്തിരി എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റൂടെ? ഈ കൊട്ടും ബാൻഡും പാട്ടും ബഹളവും ആ പന്തളത്തിൽ നിന്ന് അവരൊക്കെ വരുമ്പോൾ എന്തൊരു വിചാരിക്കും? പ്രസന്നന്റെ മുഖം അങ്ങനെയൊക്കെ അപ്പുറവും ഞാൻ പറഞ്ഞിരുന്ന അവൻ കേൾക്കൂല. ഇതിപ്പോൾ എല്ലാം കൂടെ ഞാൻ എന്തൊരു ചെയ്യാനെന്ന് നോക്കിയാണ്. നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെയാണതേ. ആ മരിച്ചിടക്കുന്ന അമ്മൂമ്മൻ എന്താ വിചാരിക്കും? അമ്മൂമ്മ ഇനി എന്തൊരു വിചാരിക്കണ? അവര് മരിച്ചോയില്ലേ? അവരാത്മാവ്. അണ്ണാപ്പ അവന്റെ അച്ഛനെ അടിച്ചതാ, അതുകൊണ്ടാണ് നമ്മൾ ബാൻഡ് അടിക്കണത്. ആ അത് ശരിയാണ്. അച്ഛനെ അടിച്ച ഞാനാണെങ്കിലും ബാൻഡ് അടിച്ചു. അനിയ മാപ്പ്. എൻ്റെ അച്ഛനല്ല അവൻ്റെ അച്ഛന്. സോറി അനിയ മാപ്പ്, ക്ഷമിക്ക് പ്ലീസ്. നീ ആര്? ഞാൻ അപ്പുറത്തെ മുരളിയണ്ണൻ്റെ മരുമനായിട്ട് വരും. ഞാനൊരു ഫുൾ എടുത്തു തരാം, അടിക്കരുത്. അടിക്കാനല്ലെങ്കിൽ പിന്നെ ഫുൾ എന്തിനി? അല്ല ബാൻഡ് അടിക്കരുത്. ബാൻഡ് വെള്ളം അടിക്കാനൊന്നും പറ്റൂല, വൈകിട്ട് പരിപാടികളാണ്. ഇത് ചുമ്മാ നിനക്ക് ആൾക്ക് 2 ബീർ വെച്ചെടുത്ത് തരാൻ പറ്റുമോ? 20 എണ്ണം പറ്റും. നിന്റെ അച്ഛനല്ലേടാ അടിച്ചത്? അച്ഛനല്ലെങ്കിൽ 2 അടിയുടെ കുറവുണ്ട് കളിയാ. ഇവിടെ ഞാൻ തന്നെ വാങ്ങി വെച്ചേക്കായിരുന്നു. അവിടെ ബോഡി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് സാധനം കിട്ടണം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നമ്മളെ തേക്കും. ഇല്ല ഇതാ ഇപ്പം കൊണ്ടുവരാം. ഓക്കെ അല്ലേ? ഓക്കെ. ബിയർ ബോയ്സ് അപ്പോൾ റെസ്റ്റ്. ചേച്ചി അവരോട് ആര് കേസി വരണ? എവിടെന്ന്? ചേച്ചി അഖിലേട്ടൻ്റെ അവിടെ നിന്ന്. എനിക്കറിഞ്ഞൂടാ. അഖിലേട്ടൻ വരൂ. ആ ചേട്ടൻ ട്രെയിനിങ്ങിൽ എങ്ങാണ്ടില്ലേ? ചേച്ചിക്ക് ഇവിടെ അടുത്തൊന്നും വല്ല ചേട്ടനെ കണ്ടുപിടിച്ചാൽ പോരായിരുന്ന എങ്കിൽ അവർക്ക് എപ്പോഴേ വന്ന് അടക്കവും കഴിഞ്ഞ് നമുക്ക് കൊല്ലം കഴിക്കായിരുന്നു. അതിനൊക്കെ ഞാൻ കണ്ടുപിടിച്ചല്ലോ. എന്തോ നാമി ഇത് ഒന്നും ഉണ്ടായിരുന്നാണ്. എനിക്ക് വിശക്കണം. നിന്റെ അമ്മയെ മരിച്ചടക്കണമെങ്കിൽ നിനക്ക് വിശക്കോ? ആ എനിക്ക് വിശക്കും. സാവിത്രിയെ വെച്ച് പക്ഷേ ഒരു പഞ്ചപ്പാവ് ഒരു നളിയാ. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവരെന്നെ എവിടെ വെച്ച് കണ്ടാലും ഇരിക്കട്ടെ മക്കളെ എന്ന് പറഞ്ഞ് 10 രൂപയൊക്കെ കൈകൊണ്ട് തരുമായിരുന്നു. ആ അമ്മച്ചി ഒടുക്കം തറയിൽ തളർന്ന് വീണ് ഹൃദയം പൊട്ടി മരിച്ച്. നീ വിഷമിക്കാറിയാ? എനിക്കെന്തൊരു വിഷമം. എടാ ഞാൻ ഈ സാധനം അടിക്കാൻ വേണ്ടി മൈൻഡ് ഒന്ന് സെറ്റാക്കിയില്ലേ, നീ ഇതെന്തരും ഇല്ല. ഒരു പീസ് കിട. പിന്നെ ഇതെല്ലാം ഒരു വിധിയാണല്ലയാ. ഇത് തന്നെ ഈ ചിക്കൻ ഇന്ന് രാവിലെ പൈസ കൊടുത്ത് വെച്ച രാജേന്ദ്ര എണ്ണ ഇത് അവിടെ എവിടെ വേറെ വിഷം അലങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് അറുമാദിക്കണം, അതാണ് വിധി. സന്ദീപ് അണ്ണ ഒരു പെഗ് ഒഴിക്കട്ടാ. നീ നാട്ടുകാരെ മൊത്തം വിളിച്ചിട്ട് അലമ്പാക്കൂടെ? 2 ചെറിയ പെഗ് ഒഴിച്ചു കൊടുത്താലേ അടുത്ത ഫുള്ളേമാരെ കൊണ്ട് എടുപ്പിക്കാം. അണ്ണ ഇങ്ങനെ അടിക്കുവണ്ണ. ഇന്ന് അവന് കൊടുക്കണ്ട. ഒന്നാതെ അവന് അറ്റാക്ക് വന്നിരിക്കുകയാണ്. വെള്ളം അടിച്ച് അറ്റാക്ക് വരുമെന്ന് ആരും പറഞ്ഞു? വെള്ളം അടിച്ചിട്ടാണ് സാഹചര്യം വെച്ച് അറ്റാക്ക് വന്നത്. പേടിച്ചലുമ്പാവല്ലേ നീ ആ വെള്ളം അടിച്ച കാര്യമില്ല അവര് പറഞ്ഞത്. അമ്മ എടാ മുരളി, നീയും പെണ്ണും കൂടെ അവിടങ്ങളിലൊക്കെ സകല വീടുകളിലും വന്ന് നിശ്ചയം പറയാൻ വന്നിട്ട് എൻ്റെ വീട്ടിൽ മാത്രം എന്തടാ കയറാത്തത്? ഈ ഗിരിജ നിനക്ക് എന്തൊരു ദ്രോടാ ചെയ്തത്? അവിടെ പറയായിരുന്നു തന്നെ. പറയാ ഇരുന്നത്.
എന്നെ വിളിക്കാതെ നിശ്ചയം നടത്താതിരുന്നിട്ട് ഇപ്പം എന്തരായടാ? മുടങ്ങിയ നിശ്ചയം. ഗുരുത്തം വേണോടാ എന്തൊരു ചെയ്യുമ്പോഴും. അവനെ പിടിച്ചില്ല. ഇപ്പോഴത്തെ പിള്ളേരടുത്ത് ഒന്നും പറയാൻ പറ്റൂല. എന്താടാ മുരളി? തല ഭയങ്കര പെരുപ്പേച്ചി ബിപിയിലെ. ഓ എന്താണ് അവരെവിടെ എത്തിയെന്ന് ചോദിച്ചാണ്. രണ്ടെണ്ണം അവരിപ്പോൾ വിളിച്ചതോടണ്ണ കൊട്ടാരക്കര കഴിഞ്ഞെന്ന്. അവരടുത്ത് പറ വെഞ്ഞാറമ്മൂട് കഴിഞ്ഞിട്ടേ ആലിയാട് വഴിയും കയറാൻ പറ. അല്ലെ പിന്നെ ടൗണിനകത്ത് നടന്ന് കറങ്ങേണ്ടി വരും. അയ്യോ അവർക്ക് ആ വഴിയൊക്കെ അറിയാമായിരിക്കും എന്താണ്. ഇതിപ്പോ അറിയാൻ തന്നിരിക്കുന്നത്. നീ ഈ ലൊക്കേഷൻ അയച്ചോട്. ലൊക്കേഷൻ അത് എങ്ങനെ? അമിത്തിന്റെ ഇവിടെ ചെയ്തു തരും. വല്യച്ഛൻ വിളിക്കണ മക്കളെ ഈ നമ്പറിലോട്ടെ ഇവിടുത്തെ ഒരു ലൊക്കേഷൻ അയച്ചു കൊടുത്താ. പന്തളത്തുനിന്ന് പറഞ്ഞോർക്കാണേ. പിന്നെ ഓണ നിശ്ചയമൊക്കെ ഇനി എന്ന് നടത്താന്ന്? അത് 41 അസ്ഥി ഒഴിക്കാ പിന്നെ ഉടനെ നടത്തിക്കൂടാണ്. 41 ഒരു വർഷം വരെ വീട്ടിൽ വെച്ച് വിളക്ക് കത്തിച്ചതിന് ശേഷമേ അസ്ഥി ഒഴിക്കാവൂ. അതുവരെ കല്യാണവും നിശ്ചയവും പാടില്ല. അയ്യോ 1 വർഷം വരെ ഒന്നും കാത്തിരിക്കാൻ പറ്റൂല അമ്മ. പറ്റില്ലെന്ന് പറഞ്ഞാ എങ്കിൽ നീ ഒരു കാര്യം ചെയ്. 16-ന്റെ അന്ന് തന്നെ നിന്റെ മോളെ നിശ്ചയവും അവളെ അടിയന്തരം അങ്ങ് ഒത്തി നടത്ത്. കാർബയും കസേരയും കിടക്കല്ലേ, ചെലവും കുറയും. അല്ലേ? അല്ല അത് വിട്. എന്തായാലും അവര് വരട്ടെ. വലിയച്ഛ ഇതിൽ നെറ്റില്ലേ? അയച്ചിട്ട് പോണില്ല. നമ്പറിനെ എടുത്തിട്ടുണ്ട്, എൻ്റെ നയിക്കാം. അങ്കിൾ ഞാൻ ആ ബാൻഡ് ഇഷ്യൂസ് സോൾവ് ചെയ്തിട്ടുണ്ടേ. ഇനി എന്തെങ്കിലും അൺവാണ്ടഡ് നോയ്സൻസ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ടെൽ മീ, ഓക്കെ? പിന്നെ ഞാൻ PSC ലിസ്റ്റിലൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ഡൗട്ട് വേണ്ട, ഇത് നോക്കി പോയാൽ മതിയല്ലോ. ഡൗട്ട് അല്ലെങ്കിലും എനിക്കില്ല. ഞങ്ങൾ ഒരിക്കൽ പെണ്ണ് കാണാൻ അവിടെ പോയിട്ടുള്ളതാ. അന്ന് ഇത് നോക്കി തന്നെയല്ലേ പോയത്. ഭദ്രേ, നീ ആവശ്യമില്ലാതെ ഇടയ്ക്ക് കയറി സംസാരിക്കല്ലേ. ചേട്ടാ ഒന്ന് എന്റെ ഫോണിലേക്ക് അയച്ചു തരാമോ? എനിക്കപ്പോൾ എളുപ്പമായിരുന്നു. എന്തോന്ന്? ആ ലൊക്കേഷൻ ഇത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം. നീ അതനുസരിച്ച് ഓടിച്ചാൽ മതി. കേട്ടല്ലോ? ഓ കേട്ടു. നേരെ നോക്കി ഓടിക്ക്. ഓ ശരി. അളിയാ നമ്മളെ പ്ലാനൊക്കെ ഓർക്കാന്നുണ്ട് കേട്ടാ. അവളെ അച്ഛൻ ഫ്ലാറ്റ്, പക്ഷെ 20 ബിയർ എടുക്കണോളിയാ. കുറച്ച് കാശ് മറിക്കാണ്ട. പണി കഴിയുമ്പോൾ എന്തായാലും ശമ്പളം കിട്ടുമല്ലോ എന്ന്. അപ്പം നമുക്ക് തിരിച്ചു കൊടുക്കാം. ഏയ് നീ കയറി പറഞ്ഞ തോല അങ്ങനെ വാരിക്കൊണ്ട് പോകണോ? അതാരെ കത്തിക്കേ? വാ ആ വേറെ എവിടെ വാരിക്കൊണ്ട് പോകണം? ഞാൻ ഇത് ഇവിടുത്തെ വിറവല്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇടുന്ന റബ്ബറും തടി. എന്തായാലും ബംഗാളിൽ നിന്ന് കയറിയല്ലേ, ഇവിടെ കൊണ്ടിട്ടേ ഉള്ളൂ. അവനെ കൊണ്ട് കയറിപ്പിച്ച്. നീ ഇവിടുത്തെ പണി ചെയ്യണേ ആദ്യം, കാട്ടുകാരെ മൊത്തം പണിയും പിടിക്കാതെ.